അപ്പോൾ അതേ ഒരു പൊട്ടുവെള്ളരി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഇത് ഇങ്ങനെ പൊട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നേ. ഇതേ, വാവ്, നല്ല രസമുണ്ടല്ലേ. ഇത് വേസ്റ്റാണ്, വേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഇളക്കിയിട്ട് കൊള്ളാം. പഞ്ചസാരയിട്ട് ഐസൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും നല്ല കുറുകിയിരിക്കും കേട്ടോ. പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് പൊട്ടുവെള്ളരി. കണ്ടിട്ടില്ലാത്തവർ പൊട്ടുവെള്ളരി കണ്ടോ. ആലുവയിലെ മാനാഞ്ചേരി കുന്നിലെത്തിയപ്പോഴത്തേക്ക് കുറച്ച് കൃഷിസ്ഥലം കണ്ട് അവിടെ ചാടി കയറിയതാണ്. അപ്പോൾ ചെന്നപ്പോഴും ഞാൻ പെട്ടെന്ന് വെള്ളരിക്ക കണ്ടപ്പോഴത്തേക്ക് വാവ് വെള്ളരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞത് ഇത് വെള്ളരിക്കയല്ല, ഇത് പൊട്ട് വെള്ളരിക്കയാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു. വളം ചേർക്കുന്നുണ്ടോ ഇതിന്? അത് ഓർഗാനിക് ആണോ? ഓർഗാനിക് അല്ലേ? ജ്യൂസ് അടിക്കാൻ പറ്റും. പെട്ടെന്ന് പൊട്ടി പോവില്ലേ ഇത് പഴുത്ത ഉടനെ? പഴുത്ത ഉടനെ പൊട്ടുന്നു. അപ്പോഴാണ് ആ ചേട്ടൻ ഇതിന്റെ പേര് പറഞ്ഞത് പൊട്ട് വെള്ളരിയാണെന്നും പഴുത്ത് കഴിഞ്ഞാൽ ഉടനെ പൊട്ടി പോകുന്നൊക്കെ. അപ്പോൾ പിന്നെ ആ പൊട്ടിക്കിടക്കുന്ന വെള്ളരിക്കയും കൂടെ എനിക്ക് കാണിച്ചു തന്നു. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നിന്നപ്പോഴത്തേക്ക് ചേട്ടൻ നമുക്ക് പൊട്ട് വെള്ളരിക്കയൊക്കെ തന്നു. പിന്നെ അതും കൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് നല്ല തണ്ണിമത്തങ്ങ പിടിച്ച് കിടക്കുന്നുണ്ട്, പാകമായിട്ടില്ല. പൊട്ടുവെള്ളരിയുടെ വലുത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? പഴുത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ജ്യൂസൊക്കെ അടിച്ച് നമുക്ക് കഴിക്കാം. പൊട്ടുവെള്ളരി ആ സാധനം തന്നെയാണ് ഇത് പഴുക്കുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.